ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി നമ്മുടെ നടൻ സിദ്ദിഖുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ ഒരു കാര്യം മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഈ ഒരു പീഡനം നടന്നിട്ട് വർഷങ്ങളായി. അപ്പോൾ ആ ഒരു അതിജീവിത അല്ലെങ്കിൽ ആ ഒരു പെൺകുട്ടി എന്തുകൊണ്ട് ഇത്രയും കാലം മിണ്ടാതിരുന്നു? ഇതിന് മുന്നേ നടന്ന സമയത്ത് തന്നെ കേസുമായിട്ട് മുന്നോട്ട് പോകേണ്ടതല്ലേ? അപ്പോൾ ഇത്രയും വർഷം അന്നൊരു FB പോസ്റ്റ് ഇടാൻ ധൈര്യം കാണിച്ച വ്യക്തി എന്തുകൊണ്ടാണ് ഈ പറഞ്ഞ പോലീസിൽ കേസ് കൊടുക്കാതിരുന്നത്? ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹത്തിന് പിന്നീട് ജാമ്യം നൽകിയത്. നമുക്കറിയാവുന്ന കാര്യമാണ്. ഇങ്ങനെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായിട്ട് വരുന്ന സമയത്ത് ഒരുപാട് വർഷം അത് പൂഴ്ത്തി വെച്ചിരുന്നു. അതിനുശേഷം പുറത്തേക്ക് വരുന്നു. ആ വരുന്ന സമയത്ത് സർക്കാരിന്റെ പിന്തുണ ഉണ്ട് എന്ന് കരുതി ഒരുപാട് സ്ത്രീകൾ ഇതുമായിട്ട് മുന്നോട്ട് വരുന്നു. അതിൽ തെറ്റായിട്ടുള്ള വാർത്തകൾ ഉണ്ടായിരുന്നു, ശരിയായിട്ടുള്ളതുണ്ടായിരുന്നു. അതിൽ നെഗറ്റീവ് അലിഗേഷൻസ് അല്ലെങ്കിൽ ഇല്ലാത്ത കാര്യം പറഞ്ഞതായിരുന്നു നിവിൻ പോളിയുടെ. അത് തെളിയിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഇതല്ലാതെ ജയസൂര്യയുടെ പേരിൽ അലിഗേഷൻസ് ഉണ്ടായി. ഇടവേള ബാബു, സിദ്ദിഖ്, മുകേഷ്, അങ്ങനെ ഒരുപാട് പേര്, നടൻ ഈ പറയുന്ന സംവിധായകൻ രഞ്ജിത്ത്. അതിൽ നമുക്കറിയാം മുകേഷിനെ അറസ്റ്റ് ചെയ്തു, വിട്ടയച്ചു. ക്വസ്റ്റ്യൻ ചെയ്യലൊക്കെ അദ്ദേഹം കറക്റ്റായിട്ട് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞു, സഹകരിക്കുന്നു എന്നൊക്കെ പറഞ്ഞു. പക്ഷെ സിദ്ദിഖിന്റെ ഭാഗത്ത് മാത്രം പോലീസ് പറഞ്ഞിട്ടുള്ള വാദം എന്ന് പറയുന്നത് അദ്ദേഹം ജാമ്യത്തിലാണ്. അദ്ദേഹം ഒരിക്കലും അദ്ദേഹത്തിന് അറസ്റ്റ് ചെയ്യേണ്ടി വന്നിട്ടില്ല, അദ്ദേഹം ജയിലിൽ കിടക്കേണ്ടി വന്നിട്ടില്ല. അദ്ദേഹം സഹകരിക്കുന്നില്ല. കാരണം ഇതുമായി ബന്ധപ്പെട്ട തെളിവുകൾ അടങ്ങിയ ഫോൺ അദ്ദേഹം കൊടുത്തില്ല. അദ്ദേഹം പറഞ്ഞത് ആ ഫോൺ കൊടുത്തിട്ടാണ് പുതിയ ഫോൺ വാങ്ങിച്ചത്. ഇങ്ങനെ കുറെ കാര്യങ്ങൾ പോലീസുമായി ബന്ധപ്പെട്ട് സിദ്ദിഖുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ സുപ്രീം കോടതി ഈ പറഞ്ഞത് കറക്റ്റ് സമയത്ത് പറയാതിരുന്നത് എന്തുകൊണ്ട്? അപ്പൊ ഞാൻ പല സമയത്തും കേട്ടൊരു കാര്യമുണ്ട്. അതായത് ഈ പെൺകുട്ടിയുടെ വക്കീലുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ വാദങ്ങൾ വരുന്ന സമയത്ത് പറയുന്നത്, കാരണം പേടി എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടാവുമല്ലോ സ്വാഭാവികമായിട്ടും. കാരണം ഉന്നത സ്ഥാനത്തിരിക്കുന്ന അല്ലെങ്കിൽ നല്ല പിടിപാടും പണവും സ്വാധീനവുമുള്ള ആൾക്കാർക്കെതിരെ നമ്മളൊരു പോലീസിൽ കേസ് കൊടുക്കുന്ന സമയത്ത് നമുക്ക് എത്രമാത്രം നീതി കിട്ടും, അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട് ഇവിടെ യഥാർത്ഥത്തിൽ നടക്കുന്നത്. അപ്പം അത് തെറ്റാണെന്നിരിക്കെ തന്നെ ഒന്ന് ആലോചിക്കുക. തെറ്റാണെന്ന് നമുക്ക് സമർത്ഥിക്കാം, കൊടുക്കണമായിരുന്നു. അപ്പം നമ്മുടെ സുപ്രീം കോടതി പറഞ്ഞത് ശരിയാണ്. എന്തുകൊണ്ട് അന്ന് പറഞ്ഞില്ല? പക്ഷേ ഈ കുട്ടിക്ക് കുറച്ച് ഡിപ്രഷൻ അങ്ങനത്തെ ഓരോ കാര്യങ്ങൾ പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് ചോദിക്കാനുള്ളത്, അല്ലെങ്കിൽ എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം, 2017 മലയാളത്തിലെ ഏറ്റവും മുൻനിരയിൽ നിൽക്കുന്ന പ്രശസ്തി ആർജിച്ച അല്ലെങ്കിൽ പ്രശസ്തയായിട്ടുള്ള ഒരു നടി ഉണ്ടായിരുന്നു. ആ നടിക്ക് ഇതുപോലൊരു ദുരനുഭവം നമ്മുടെ സിനിമാ ഫീൽഡിൽ നിന്ന് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ ഉണ്ടായൊരു സംഭവം എല്ലാവർക്കും അറിയാം. നടന്റെ പേര് ആരോപണ വിധേയനാക്കിക്കൊണ്ട് അത് 2017 അതിനകത്ത് കൃത്യമായിട്ടുള്ള പ്രൂഫുമായിട്ട്, സോളിഡ് പ്രൂഫ്, മെമ്മറി കാർഡ് അടക്കം, അതടക്കം അവിടെ കോടതിയിൽ സമർപ്പിച്ചിട്ടും പോലീസ് അതിൻ്റെ അന്വേഷണങ്ങൾ ഇത്രയും വർഷമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നു. അതിലെ പ്രതിയായിട്ടിരുന്ന 8ാം പ്രതിയായിട്ടുള്ള വ്യക്തിക്ക് ഇപ്പം ജാമ്യം കൊടുത്ത് 8 വർഷത്തിന് ശേഷം 7 വർഷത്തിന് ശേഷം അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങുന്നു. ഇത്രയും വർഷം കൊണ്ട് 2017 നടന്നൊരു കേസ് 2024 എന്തുകൊണ്ട് ആ പെൺകുട്ടിക്ക് അതിജീവിതയ്ക്ക് നീതി കിട്ടുന്നില്ല? അപ്പം അങ്ങനെ ഒരു ഇഷ്യൂ നേരിടുന്ന സമയത്ത് കൃത്യസമയത്ത് പോയി പോലീസിൽ പരാതി കൊടുത്ത പെൺകുട്ടിക്കും ഇപ്പം വർഷങ്ങൾക്ക് ശേഷം പരാതി കൊടുത്ത പെൺകുട്ടിക്കും തമ്മിൽ എന്ത് നീതിയിലാണ് വ്യത്യാസം ഉണ്ടായെന്ന് മാത്രം എനിക്ക് മനസ്സിലാവുന്നില്ല. അന്ന് കൊടുത്തത് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നീതി കിട്ടിയോ? ഇനി അവൾ മരിച്ച് മൺമറഞ്ഞു പോയി വർഷങ്ങൾ കഴിഞ്ഞ് 100 വർഷം കഴിഞ്ഞിട്ടാണോ ആ കേസ് തെളിയിക്കപ്പെടേണ്ടത്? അപ്പം ഇതിനകത്ത് കൃത്യമായിട്ട് ഉറപ്പായിട്ടും പണം, പദവി, പിടിപാട്, ഇതിന് കൃത്യമായിട്ടുള്ള വ്യവസ്ഥിതി ഇവിടെ ഉണ്ട്. അതില്ല എന്ന് ആര് പറഞ്ഞു കഴിഞ്ഞാലും സമ്മതിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ആ കേസ് ഇത്രയും കാലമായി ഇഴഞ്ഞ് നീങ്ങി അവൾക്ക് ഇതുവരെ, അതിജീവിതയ്ക്ക് ഇതുവരെ നീതി കിട്ടാതെ പോകുന്നതെന്ന് പറയുന്നത്. ഇനി എൻ്റെ ഒരു ക്വസ്റ്റ്യൻ, ഇന്ന് കണ്ടൊരു വാർത്ത, നമ്മുടെ മുൻ മന്ത്രിയായിട്ടുള്ള ആന്റണി രാജു എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹത്തിനെതിരെയുള്ളൊരു കേസ് കൃത്യമായിട്ട് സുപ്രീം കോടതി ഇടപെട്ടു. അത് നടന്നത് 1990കളിൽ നടന്നൊരു കേസ്. ഒരു മയക്കുമരുന്നുമായിട്ട് ഒരു വിദേശിയെ പിടികൂടിയതുമായി ബന്ധപ്പെട്ട അതിൻ്റെ തെളിവുകൾ നശിപ്പിച്ചു എന്ന തരത്തിൽ അതിന് കൃത്യമായി വിചാരണ 1 വർഷം കൊണ്ട് അതിൻ്റെ കാര്യങ്ങൾ നടപ്പിലാക്കണമെന്ന് സുപ്രീം കോടതി മുന്നോട്ട് വന്ന് പറഞ്ഞിരിക്കുന്നു. 1990 നടന്ന കേസാണത്, ഇല്ലേ? ആ കേസിനകത്ത് ഇത്രയധികം തിരുമറികൾ നടത്താനായിട്ട് ഒരാൾക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ സ്വാഭാവികമായിട്ടൊന്ന് ആലോചിച്ച് നോക്കിയേ, ഇവിടെ എന്തൊക്കെ കാര്യങ്ങൾ നടപ്പിലാക്കാൻ പറ്റുമെന്നുള്ളൊരു കാര്യം. ആ നടന്നത് ഒരു മയക്കുമരുന്ന് കേസാണ്, രാജ്യദ്രോഹ കുറ്റമാണ്, ഏറ്റവും പ്രധാനപ്പെട്ട കുറ്റമാണ്, ഏറ്റവും വലിയൊരു കുറ്റമാണ്. ഒരു വിദേശിയാണ് പിടികൂടുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു അടിവസ്ത്രം അങ്ങനെ എന്തോ സംഭവമാണ് അതിൻ്റെ ഈ തെളിവായിട്ടിരുന്നതെന്ന് പറഞ്ഞാൽ. ആ തെളിവ് എന്തോ കൊണ്ടുപോയി പിന്നെ വെട്ടി ചുരുക്കി തിരിച്ചു കൊടുത്തു. ഇങ്ങനെയൊക്കെയാണ് ഇപ്പം പുറത്തേക്ക് വന്നിരിക്കുന്ന ന്യൂസ് എന്ന് പറയുന്നത്. അത് ആന്റണി രാജു ആണ് ചെയ്തത്. അവിടുത്തെ കോടതിയിൽ പ്രധാനപ്പെട്ട ഒരു പറയുന്ന എന്ത് പറയുന്നത് ഉദ്യോഗസ്ഥനെ വിലക്കെടുത്തു, അദ്ദേഹത്തിനെ കൊണ്ട് അത് എടുപ്പിച്ചു. അങ്ങനെ കുറേ കാര്യങ്ങൾ, കുറേയധികം ഉദ്യോഗസ്ഥരുടെ പേരും അതിൽ പറയുന്നുണ്ട് ഇതിന് കൂട്ടുനിന്നതായിട്ട്. അപ്പം അതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്.
പണം, പദവി, പത്രാസ്, ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ശരിയെയും വളച്ചൊടുക്കാൻ, തെറ്റാക്കി മാറ്റാനും തെറ്റുകളെ ശരിയാക്കി മാറ്റാനും കഴിയുന്ന ഒരു വ്യവസ്ഥിതി ഇവിടെ നിലനിൽപ്പുണ്ട് കൃത്യമായിട്ട്. അതുകൊണ്ട് തന്നെയാണല്ലോ 90-ൽ നടന്നിരുന്ന ഒരു കാര്യത്തിന് ഇന്ന് നീതി കിട്ടാതെ 2024 വരെ ആ കേസ് ഇഴഞ്ഞു നീക്കിക്കൊണ്ടെങ്കിൽ ഇത്രയും കാലം എന്തുകൊണ്ടാണ് അതിൽ ആരും ഇടപെടാതിരുന്നത്? കൃത്യമായി. കാരണം ആന്റണി രാജു മന്ത്രിയായിരുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ മന്ത്രിസ്ഥാനത്തിരിക്കുന്ന വ്യക്തികൾക്ക് നേരെ വീണ്ടും ഒരു അലിഗേഷൻസ്, അല്ലെങ്കിൽ അന്ന് കേസ് എന്താണ് ഉയർന്നു വരാതിരുന്നത്? ഈ കേസ് നിലനിൽക്കുന്നത് തന്നെയല്ലായിരുന്നല്ലോ. അപ്പോൾ അങ്ങനെ ഇത്രയൊരു കേസിൽ, ഇത്രയും വലിയൊരു കേസിൽ ഇടപെട്ട ഒരു വ്യക്തിയെ ആ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്ന സമയത്തെങ്കിലും ആർക്കെങ്കിലും ഇതിനെതിരെ ശക്തമായിട്ട് പ്രതികരിക്കായിരുന്നല്ലോ. പോലീസിന് പ്രതികരിക്കായിരുന്നു, കോടതിക്ക് പ്രതികരിക്കായിരുന്നു, അതിൽ എത്ര പേർക്ക് പ്രതികരിക്കാൻ പറ്റുമായിരുന്നു. പക്ഷെ ആരും പ്രതികരിക്കില്ല. കാരണം എന്താണ്? പിടിപാടുള്ള ആൾക്കാരുടെ അടുത്ത് പ്രതികരിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് അതിനുള്ള എന്തെങ്കിലും ഒരു സംഭവം നമുക്കെതിരെ നടക്കും. ശക്തമായിട്ടുള്ള കാര്യങ്ങൾ. ഇങ്ങനൊരു സംഭവം നമ്മുടെ നാട്ടിൽ എന്ന് പറയുന്നത് സ്ഥിരമായി നടക്കുന്നുണ്ട്. അത് കണ്ട് തന്നെയാണ് നമ്മൾ ഓരോരുത്തരും ജീവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പറയുന്നത്. അപ്പം ഏറ്റവും മുകളിൽ അത്യാവശ്യം പിടിപാടും അത്യാവശ്യം പണമൊക്കെ ഉണ്ടായിരുന്ന ഒരു നടിക്കാണ് അന്ന് ആ ഒരു സംഭവം സംഭവിച്ചത്. അന്ന് അവൾ ആ കേസ് കൊടുത്തിട്ട് അവൾക്ക് കിട്ടാത്ത നീതിയാണോ ഇവിടെ ഈ പറഞ്ഞ ജൂനിയർ ആർട്ടിസ്റ്റ് മാത്രമായിട്ടുള്ള ഒരു നടിക്ക് കിട്ടുക? ചിന്തിക്കുന്നതിൽ എന്തെങ്കിലും തെറ്റു പറയാൻ പറ്റുമോ? അതിലെന്തെങ്കിലും ഒരു അസ്വാഭാവിക നമുക്ക് കണ്ടെത്താൻ കഴിയുമോ? ഒരിക്കലും ഇല്ല. അതിനെ ന്യായീകരിക്കാൻ, അങ്ങനെ വളച്ചൊടിക്കാൻ പറ്റിയില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് ആ പെൺകുട്ടിക്ക് ഒരുപാട് പേര് സപ്പോർട്ടായിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ടായിരുന്നു. അന്ന് ആ പെൺകുട്ടിക്ക് കിട്ടാത്ത നീതി തനിക്ക് കിട്ടുമോ എന്നുള്ള പേടി ഉറപ്പായിട്ടും ആ പെൺകുട്ടിക്കാണ്. പിന്നെ എപ്പോഴോ തോന്നിയൊരു ധൈര്യത്തിൻ്റെ പേരിൽ ചിലപ്പോൾ FB-ൽ പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരിക്കും. അപ്പം മുഗൾ റോഹത്തിയെ പോലൊരു അഡ്വക്കേറ്റിനെ ഇവിടെ കൊണ്ടുവന്ന്, നമുക്കറിയാം ലക്ഷങ്ങളാണ് അദ്ദേഹം സിറ്റിങ്ങിന് വാങ്ങുന്നത്. എനിക്ക് തോന്നുന്നു വാർത്ത വന്നാൽ ശരിയാണെങ്കിൽ 25 ലക്ഷം എന്തോ ആണ് ഒരു സിറ്റിങ്ങിന് അദ്ദേഹത്തിന് കൊടുത്തേ ഒരു വാർത്ത വന്നിട്ടുണ്ടായിരുന്നു. അത് എത്രത്തോളം ശരിയാണെന്ന് എനിക്കറിയില്ല. പക്ഷെ അദ്ദേഹത്തിൻ്റെ നമുക്കറിയാവുന്ന കാര്യമാണ്, വാല്യൂ എന്താണെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം. അപ്പം സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരാളെ വിലക്കെടുത്ത് കൊണ്ടുവരാൻ ഒരാൾക്ക് കഴിയുന്നുണ്ടെങ്കിൽ ഇത്തരത്തിലൊരു കേസിലേക്ക്, ആദ്യമൊക്കെ മീഡിയ വഴി വന്നിരുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ കോടതി പറഞ്ഞിട്ടുള്ള, അതിന് താഴെയുള്ള കോടതികൾ പറഞ്ഞിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ആ ഹോട്ടലിൽ അദ്ദേഹം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ അതൊക്കെ അദ്ദേഹം എന്തൊക്കെയാണ് കഴിച്ചത് ആ കാര്യങ്ങളടക്കം ആ പെൺകുട്ടി പറഞ്ഞതിൽ ഒരുപാട് സോളിഡ് പ്രൂഫുകൾ കിട്ടിയിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഇദ്ദേഹത്തിന് ഈ പറയുന്ന ജാമ്യം നിഷേധിക്കുകയൊക്കെ ചെയ്തിട്ടുള്ളതെന്ന് പറയുന്നത്. പക്ഷെ പിന്നീട് സുപ്രീം കോടതിയെ സമീപിച്ചാണ് അദ്ദേഹത്തിന് മുൻകൂർ ജാമ്യം കിട്ടുന്നതെന്ന് പറയുന്നത്. അപ്പം മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഇവിടെ പലതരത്തിലുള്ള തട്ടുകളായിട്ട് ആൾക്കാരെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വേർതിരിച്ചിട്ടുണ്ട്. ഉറപ്പായിട്ടുള്ള കാര്യം തന്നെയാണ്. ഒരുപാട് പ്രശസ്തരായിട്ടുള്ള വ്യക്തികൾ, പിടിപാടുള്ള വ്യക്തികൾ, പണമുള്ള വ്യക്തികൾ, ഇവർ ഏറ്റവും ഉന്നത സ്ഥാനത്തിരിക്കുകയും ബാക്കിയുള്ളവർ താഴെത്തട്ടിലിരിക്കുകയും ചെയ്യുന്ന സമയത്ത് ഈ പറയുന്ന സത്യം, നീതി എന്ന് പറയുന്നത് താഴെത്തട്ടിലിരിക്കുന്നവരുടെ കൂടെ ആയാൽ പോലും ഇത് മറ്റൊരു സ്ഥലത്തേക്ക് എത്തുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു കേസുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വരുന്ന സമയത്ത് ഇതിൽ ഏറ്റവും നല്ല രീതിക്ക് ഈ പണം എറിയാൻ കഴിയുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഇപ്പം നമുക്കറിയാവുന്ന കാര്യമാണല്ലോ, ക്രിമിനൽ വക്കീൽസ് എന്ന് പറയുന്ന ആൾക്കാർ ഇവിടെ എന്തിനേയും വളച്ചൊടിച്ച്, നമുക്കറിയാം നമ്മുടെ നീതിന്യായവസ്ഥയെ കുറ്റം പറയാൻ പറ്റത്തില്ല. കാരണം നമ്മുടെ നീതിന്യായവസ്ഥ പറയുന്നതെന്ന് പറയുന്നത് ഇവിടെ തെളിവുകൾക്കാണ്, പ്രൂഫിനാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ തെളിവുകൾക്ക് അടിസ്ഥാനപ്പെട്ടാണ് ഇവിടുത്തെ നിയമങ്ങൾ മുന്നോട്ട് പോകുന്നത്. അതിന് ഏറ്റവും വലിയ തെളിവായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ആളാണ് നമ്പി നാരായണൻ, ISRO ചാര കേസ് എന്ന് പറയുന്നത്. ഇതിലപ്പുറം ഒരു തെളിവ് എനിക്ക് നിങ്ങൾക്ക് മുന്നിലേക്ക് വെക്കാനില്ല. കാരണം ആ മനുഷ്യൻ തെറ്റുകാരനല്ല എന്ന് തെളിയിക്കപ്പെട്ട സമയത്ത് അദ്ദേഹത്തിന് നഷ്ടപ്പെട്ട ജീവിതം, അദ്ദേഹത്തിൻ്റെ കരിയർ ആർക്കും തിരിച്ചു കൊടുക്കാൻ പറ്റത്തില്ല. അതിന് കാരണം എന്താണ്? അന്നുണ്ടായിരുന്ന ഒരു കൂട്ടം ഉദ്യോഗസ്ഥർ കൃത്യമായി പ്ലാൻ ചെയ്ത് അദ്ദേഹത്തിനെതിരെ കൃത്യമായ തെളിവുകൾ നിരത്തി അത് എത്തിച്ച സമയത്ത് കോടതിക്ക് പോലും മനസ്സിലായില്ല ഇത് തെറ്റായിരുന്നു എന്നുള്ള കാര്യം. അപ്പോൾ ഇങ്ങനെയും ചില കാര്യങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. ഇങ്ങനെ നടക്കുന്നത് ഇവിടെ സ്വാഭാവികമായിട്ട് ഒരു കൂട്ടം ആൾക്കാർക്ക് അറിയാം, സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർക്ക് ഉറപ്പായിട്ടും അറിയുന്നതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഒരു പേടി വരും. കാരണം ഞാൻ ഇതുമായിട്ട് മുന്നോട്ട് ഇറങ്ങി ചെന്ന് കഴിഞ്ഞാൽ ഒരുപക്ഷെ ഞാൻ തന്നെ നാണക്കെടും, ഞാൻ തന്നെ ഈ പറയുന്ന പെണ്ണിനെ എങ്ങനെ വേണമെങ്കിലും വളച്ചൊടിച്ച് നാണം കെടുത്താൻ കഴിയുന്ന ഒരു കൂട്ടം. കാരണം വക്കീലന്മാരുടെയൊക്കെ മുന്നിൽ ചെല്ലുമ്പോൾ അവർ ചോദിക്കുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത് പലതരത്തിലും നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല. അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഇറങ്ങിയൊരു മോഹൻലാലിൻ്റെ സിനിമയുണ്ട്, ആ സിനിമയ്ക്ക് തന്നെ വരുന്ന അത് കാണുന്ന സമയത്ത് കരയാത്ത എത്ര പേരുണ്ടെന്ന് എനിക്കറിയത്തില്ല. കാരണം ഇങ്ങനൊരു കേസുമായിട്ട്, പീഡനം പോലൊരു കേസുമായിട്ട് ചെല്ലുന്ന സമയത്ത് ചിലപ്പം ആ പെണ്ണ് അറിയാതെ ചെയ്ത, അവളെ തട്ടിക്കൊണ്ടുപോയോ അല്ലെങ്കിൽ ഈ പറഞ്ഞ വശബദ്ധപ്പെടുത്തിയോ മയക്കിയോ എങ്ങനെയെങ്കിലുമൊക്കെ ചെയ്യുന്ന പ്രവൃത്തിയാണെങ്കിൽ പോലും പിന്നീട് ഏറ്റവും പ്രബലനാണ് ആ പ്രതിയെങ്കിൽ, അല്ലെങ്കിൽ കുറ്റക്കാരനായിട്ട് അവിടെ കാണുന്ന വ്യക്തിയെങ്കിൽ സ്വാഭാവികമായിട്ടും അവിടെ ചെല്ലുന്ന സമയത്ത് അവരുടെ ഭാഗത്തു നിന്നുള്ള വക്കീൽ അത്രയും വിദഗ്ധനാണെന്നുണ്ടെങ്കിൽ ഈ പെൺകുട്ടിയെ എത്രത്തോളം തേജോവധം ചെയ്യാമോ, എത്രത്തോളം മാനസികമായിട്ട് തകർക്കാമോ, എന്നാൽ മാത്രമേ അവർക്ക് വിജയിക്കാൻ പറ്റൂ. അങ്ങനെ കുറേ കാര്യങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. അപ്പം ഇവിടെ ഇപ്പം രണ്ട് നീതിയാണ് നടക്കുന്നത്. എനിക്ക് കേട്ട സമയത്ത് ഇതിനെതിരെ പ്രതികരിക്കണം അല്ലെങ്കിൽ ഒരു വീഡിയോ ചെയ്യണമെന്ന് തോന്നി. കാരണം ആ കറക്റ്റ് ടൈമിൽ പ്രതികരിച്ച ഒരു നടി ഇവിടെ ഉണ്ട്. ആ നടിക്ക് ഇതുവരെ നീതി കിട്ടിയിട്ടില്ല. അപ്പം അത് കണ്ടിട്ടുള്ള ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് ഇത്രയും കാലം വൈകിയതിൽ എന്ത് തെറ്റെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കതിൽ വലിയ ഇതൊന്നും തോന്നില്ല, ആശ്ചര്യമൊന്നും തോന്നില്ല. അപ്പം ഇതിനകത്ത് സിദ്ദിഖിന് വേണ്ടി വാദിക്കുകയും ചെയ്യുന്നു,
ആന്റണി രാജുവിൻ്റെ കേസ് ഇത്രയും വർഷങ്ങൾക്ക് ശേഷം വീണ്ടും കുത്തിപ്പൊക്കിക്കൊണ്ട് പോകുമ്പോൾ അതിലൊരു ശരികേടും നിറകേടും ഇല്ലാതായി കഴിയുന്നു. അപ്പോൾ ഇതൊക്കെ എന്താണ് സംഭവം എന്ന് മാത്രം മനസ്സിലാവുന്നില്ല. ഇനി മറ്റൊരു രാജ്യത്തെ നീതിന്യായ വ്യവസ്ഥ എന്ന് പറയുന്നത് നമ്മൾ കണ്ടു. അബ്ദുൾ ഹക്കീം എന്ന് പറയുന്ന ആ മനുഷ്യനെ 34 കോടി രൂപ കൊടുത്തിട്ടും അവിടുത്തെ വിചാരണ 17-ാം തീയതി അടുത്തതുണ്ടായിരുന്നു. എന്നിട്ടും ആ മനുഷ്യനെ വിടുന്നില്ല. ഇനി മറ്റൊരു തരത്തിലുള്ള ബാക്കി പ്രൂഫുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെയോ കാര്യങ്ങൾ നോക്കാനുണ്ടെന്ന് പറയുന്നു. അപ്പം ഓരോ രാജ്യത്തും ഓരോ നീതികളാണ്, ഓരോ നീതിന്യായ വ്യവസ്ഥകളാണ്, ഓരോ നിയമങ്ങളാണ്. അത് പലപ്പോഴും ഈ പറയുന്ന ചെറിയവൻ വലിയവൻ എന്ന് പറയുന്ന തട്ടിലേക്ക് മാറിപ്പോകുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവാത്ത കാര്യം കൂടിയാണ്.